നെവിന്റെ അമ്മയ്ക്ക് വിളിച്ചിരിക്കുകയാണ് ബിൻസി. അതെ, നെവിന്റെ അമ്മയും പെങ്ങളെയും പോയി വിളിക്കട എന്ന് ബിൻസി പറയുന്നു. അതുപോലെ തന്നെ ജയിലിലേക്ക് അനുമോളും അപ്പാനി ശരത്തും. എന്താണ് ലൈവിൽ നടന്നത് നമുക്ക് സംസാരിക്കാം. എന്റെ പേര് ഷഹീർ. എന്റെ വീഡിയോ ആദ്യമായിട്ട് കാണുന്നവരാണെങ്കിൽ വീഡിയോ ലൈക്ക് ചെയ്യണം, ഷെയർ ചെയ്യണം, കമന്റ് ചെയ്യണം. അതുപോലെ തന്നെ നമ്മുടെ ബെല്ലൈക്കൺ എനേബിൾ ചെയ്താൽ മാത്രമാണ് നമ്മളിടുന്ന വീഡിയോസ് നിങ്ങൾക്ക് നോട്ടിഫിക്കേഷൻ ആയിട്ട് കിട്ടും. നേരെ വീഡിയോയിലേക്ക് പോയാലോ. അപ്പോൾ ജയിൽ നോമിനേഷൻ വരെയാണ്, നമ്മുടെ ജയിലിലേക്ക് പോകാനുള്ള നോമിനേഷൻ വരെയാണ്. അങ്ങനെ എല്ലാവരും നോമിനേറ്റ് ചെയ്യുന്നു. ക്യാപ്റ്റൻ ആയതുകൊണ്ട് തന്നെ ക്യാപ്റ്റന് ഡയറക്റ്റ്ലി ഒരാളെ നോമിനേറ്റ് ചെയ്യാൻ പറ്റും. അപ്പൊ അപ്പാനി പറയുകയാണ്, നീ ആണാണെങ്കിൽ എന്നെ എന്താണ് നോമിനേറ്റ് ചെയ്യണം, നീ ആണാണെങ്കിൽ നോമിനേറ്റ് ചെയ്യണം എന്ന് പറയുന്നു. അങ്ങനെ എന്താണ് നമ്മളുടെ ക്യാപ്റ്റനായ അനീഷ് അപ്പാനി ശരത്തിനെ ഡയറക്റ്റ് നോമിനേറ്റ് ചെയ്യുന്നു ജയിലിലേക്ക്. എന്ന് വെച്ചാൽ ഡയറക്ട്ലി ജയിലിലേക്ക് പോകാനായിട്ട് ചെയ്യുന്നു. അത് കഴിഞ്ഞിട്ട് എല്ലാവരും ഇതാക്കുകയാണ്, എല്ലാവരെയും ഓരോരുത്തർ പറയുകയാണ്. അവസാനം കൂടുതൽ വോട്ട് അനുമോൾക്ക് കിട്ടുന്നു. അങ്ങനെ അനുമോളും അപ്പാനി ശരത്തുമാണ് ജയിലിലേക്ക് പോകുന്നത്. പിന്നെ ഇതെല്ലാം കഴിഞ്ഞ് എല്ലാവരും പിരിഞ്ഞു കഴിഞ്ഞപ്പോഴത്തേക്കും എന്താണ് ഷാനവാസ് വന്നിട്ട് എക്സ്പ്ലനേഷൻ കൊടുക്കുകയാണ്. മറ്റേ ഇന്നലത്തെ കേസില്ല, മറ്റേ ഉറങ്ങി എന്ന് പറഞ്ഞ കേസ്, അതിന് എക്സ്പ്ലനേഷൻ കൊടുക്കുകയാണ്. പക്ഷെ ബിൻസി അത് വക വയ്ക്കുന്നില്ല. പിന്നെ നേരെ നെവിന്റെ അടുത്തേക്ക് പോവാണ്. നെവിനെ നീ കൃത്യമായ റീസൺ ഉണ്ടെങ്കിൽ ജയിൽ നോമിനേഷനിലേക്ക് പറയാം. എന്ന് വെച്ചാല് വേറെ ഒന്നുമല്ല, നെവിൻ ജയിൽ നോമിനേഷൻ ടാസ്കില് ബിൻസിയുടെ പേര് പറഞ്ഞു. അത് പറഞ്ഞ കാരണം എന്താണെന്ന് വെച്ചാൽ ബിൻസി എന്താണ് ഉറങ്ങി എന്ന് വെച്ചാൽ ഇന്ന് 3 പേരെ പറ്റിച്ചിട്ട് ബിൻസി കിടന്ന് ഉറങ്ങി എന്ന് പറഞ്ഞ കാരണമാണ് ഈ നെവിൻ പറയുന്നത്. നെവിൻ ആ കാര്യം പറഞ്ഞപ്പോ ബിൻസിക്ക് ഇഷ്ടപ്പെട്ടില്ല. ബിൻസി പറയാണ്, നീ കൃത്യമായ റീസൺ ഉള്ളത് പറയടാ പറയ് എന്ന് പറയുന്നു. നെവിൻ, നീ കൃത്യമായ റീസൺ ഉണ്ടെങ്കിൽ പറയൂ എന്ന് പറയും. ഇങ്ങനെ അവർ രണ്ടുപേരും നല്ല രീതിയിൽ തന്നെ എന്താണ് വഴക്കുണ്ടാവുന്ന ഇടയ്ക്ക് നെവിൻ എഡിന്ന് വിളിക്കുന്നു. അപ്പൊ ബിൻസി പറഞ്ഞു, നീ എഡി പോടി എന്നൊക്കെ നിന്റെ അമ്മയും പെങ്ങളെ പോയി വിളിച്ചാൽ മതി, എന്നെ വിളിക്കണ്ട എന്ന് പറയുന്നു. അപ്പോൾ നെവിൻ ആണെങ്കിൽ ഒന്നും അതിനെ പറ്റി ഒന്നും പറയുന്നില്ല. അത് കഴിഞ്ഞിട്ട് എന്താണ് അപ്പൊ ബിൻസി പറയാണ്, ഞാൻ നിന്നെ പോലെ പേക്കോലത്തിലല്ല നടക്കുന്നതെന്ന് പറഞ്ഞു. അപ്പൊ ഇതും ഇവനിക്ക് ഇഷ്ടപ്പെടുന്നില്ല. നെവിനാണെങ്കിൽ നല്ല രീതിയിൽ തന്നെ ഫയർ ആവുന്നില്ല. എടി നീയാണ് അടി പേക്കോല, നീ ആദ്യം നിന്റെ ഡ്രസ്സ് എടുത്ത് മാറ്റി, നിനക്ക് കഴിവുണ്ടായെങ്കിൽ നിനക്ക് ഡ്രസ്സ് മാറ്റാൻ കഴിയുമെന്നല്ലോ എന്നൊക്കെ പറഞ്ഞിട്ട് നെവിനും ബിൻസി തമ്മിൽ നല്ല രീതിക്ക് ഫയർ ആവുകയാണ്. അപ്പോൾ അവിടെയുള്ള ആൾക്കാരൊക്കെ വന്നിട്ട് നിങ്ങൾ നിർത്തുന്നൊക്കെ ആവുന്നുണ്ട്. അതിന്റെ ഇടയ്ക്ക് ഒനിയിൽ വന്നിട്ട് ബിൻസിനോട് പറഞ്ഞു, ബിൻസി നീ അത് പറഞ്ഞത് മോശമായി പോയി. അപ്പൊ ബിൻസി ഒനിയിനോട് ദേഷ്യത്തോടെ സംസാരിക്കുന്നു. ഒനിയിൽ തിരിച്ച് നല്ലത് വർത്താനം പറയുന്നു. ഇപ്പോഴാണൊന്ന് ചെറുതായിട്ടൊന്ന് ഓണായത്. കാരണം ബിൻസി സംസാരിക്കാൻ തുടങ്ങി, ഒനിയിൽ സംസാരിക്കാൻ തുടങ്ങി, നെവിനും നല്ല രീതിയിൽ തന്നെ ഫയർ ആവാനും തുടങ്ങി. അപ്പോൾ എന്താണ് നെവിൻ പറയാണ്, എന്നെ അവള് പേക്കോലെന്ന് വിളിക്കാൻ, അവൾ ആരവള് എന്നൊക്കെ പറഞ്ഞിട്ട് ഇങ്ങനെ കുറേ നെവിൻ സംസാരിക്കുന്നു. കഴിഞ്ഞിട്ട് എന്താണ് അടിക്കാനൊക്കെ പോയി. ബിൻസി വന്നിട്ട് ഈ വാക്പോരിന്റെ ഇടയ്ക്ക് ബിൻസി നെവിനെ അടിക്കാനൊക്കെ പോയി. അപ്പൊ ശാരിക വന്നാൽ തടഞ്ഞു. അത് കഴിഞ്ഞിട്ട് എന്താണ് നെവിനാണെങ്കിൽ അവളെ ദേഷ്യം പിടിപ്പിക്കാൻ വേണ്ടി, ബിൻസിയെ ദേഷ്യം പിടിപ്പിക്കാനായിട്ട് നെവിനാണെങ്കിൽ എന്താണ് എടി നീ പോടി. അപ്പൊ പറഞ്ഞു ബിൻസി, നീ പോടിന്ന് മെടിന്നൊക്കെ നീ നിന്റെ വീട്ടിലുള്ള അമ്മയും പെങ്ങളെ വിളിച്ചാൽ മതി, എന്നെ വിളിക്കാൻ വരല്ലേ എന്നൊക്കെ പറഞ്ഞ് അവർ തമ്മിൽ ഇങ്ങനെ തന്നെ വീണ്ടും പ്രശ്നമായിരുന്നു. അത് കഴിഞ്ഞ പ്രശ്നമെല്ലാം ഒതുങ്ങി വന്നപ്പോഴത്തേക്കും എന്താണ് റൂമിൽ പോയി, നമ്മുടെ ബെഡ്റൂമിലേക്ക് പോയിട്ട് ബെൻസ് പറയുന്നത്, എടാ നീ പോട ചെറുക്ക. റൂമിൽ നെവിന്റെ മുന്നിലല്ല, നെവിൻ കാണാതെ, എടാ നീ പോട ചെറുക്ക, ചീള് കേസ് ഇവിടെ ആയതുകൊണ്ട് നിന്നെ തല്ലാതെ, പുറത്തെവിടെയാണെങ്കിൽ അതിന് മോന്തടിച്ച് പൊളിച്ചേനെ എന്നൊക്കെ പറഞ്ഞ് എന്താണ് റൂമിലിരുന്ന് സംസാരിക്കുന്നുണ്ട്. ഇതാണ് ഇവർക്കിടയിലുള്ള പ്രശ്നം. എന്ന് വെച്ചാല് റീസൺ ഇല്ലാതെ ബിൻസി ഇവനെ നോമിനേറ്റ് ചെയ്തു. ബിൻസി ഭയങ്കര ഫയർ ആയപ്പോ നെവിനും ദേഷ്യമായി. നെവിനും നല്ല രീതിയിൽ തന്നെ വർത്താനം പറഞ്ഞു. ഇതാണ് സംഭവിക്കുന്നത്. കുറച്ച് കഴിഞ്ഞപ്പോഴത്തേക്കും ഇവരിങ്ങനെ എല്ലാം സോർട്ട് ഔട്ട് ചെയ്ത് സമാധാനമായിട്ട് ഇങ്ങനെ ഇരിക്കുന്ന സമയത്ത് എന്താണ് ഇവനിക്ക് അക്ബർ ഖാന് എന്താണ് വിന്നറായാലോ, വീക്കിലി ടാസ്കിന് വിന്നർ ആയതുകൊണ്ട് എനിക്ക് ഒരു ബിരിയാണിയും അതുപോലെ പൊറോട്ടയും ബീഫൊക്കെ അങ്ങ് കൊടുത്തു വിടുകയാണ്. വേറെ ആർക്കും കഴിക്കാൻ പാടില്ല എന്നൊരു ഇതുണ്ട്. അപ്പൊ ഇത്രയാണ് ലൈവ് നടക്കുന്നത്. ഇനിയിപ്പോ ലൈവ് കണ്ടിട്ട് ഞാൻ വേറെ പറയാം കേട്ടോ. അപ്പൊ അതുവരെയും ബൈ.